ചിത്തിര ഒടുവിലത്തെ 30 നാഴിക, ചോതി വിശാഖം ആദ്യത്തെ 45 നാഴിക, ഇത്രയും ചേർന്ന തുലാക്കൂറുകാർക്ക് ഈ ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില മാറ്റങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടെ പ്രവർത്തിക്കുക. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊരല്പം കാലതാമസം ഉണ്ടാകാം. എങ്കിലും പരിശ്രമം തുടരുക. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും കുറച്ച് കാലതാമസത്തെ നേരിട്ടേക്കാം. പരിശ്രമം തുടരുക. അതോടൊപ്പം ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്യദേശങ്ങളിൽ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുറേ കൂടി സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ജോലിയിൽ ചില പോരായ്മകളും കുറവുകളും ഉണ്ടാകാം. അത് ഒഴിവാക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഉടനെ നടക്കണമെന്നില്ല. അതുകൊണ്ട് സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യുക. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ അനുഭവപ്പെടാം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വളരെ കരുതൽ സ്വീകരിക്കേണ്ടതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ആലോചിച്ച് വേണം ആ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത്. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അതീവ ശ്രദ്ധയോടുകൂടി തുടരണം. അവനവൻ്റെ കർമ്മരംഗം നിലനിർത്തിക്കൊണ്ടുപോകാൻ നന്നായി പരിശ്രമിക്കണം. കാർഷിക മേഖലയിലും മറ്റ് ചെറുകിട പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നവർ ജാഗ്രതയോടെ അവനവൻ്റെ പ്രസ്ഥാനങ്ങളെ നിലനിർത്താൻ വേണ്ട പരിശ്രമം ചെയ്യുക. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും വളരെ സൂക്ഷ്മതയോടുകൂടിയ പ്രവർത്തനം കാഴ്ചവെക്കേണ്ട സമയമാണ് ഇത്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിർത്താൻ പ്രത്യേകം ശ്രമിക്കണം. സംഭാഷണത്തിൽ വേണ്ടത്ര ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സംഘർഷം ഉണ്ടാവാതിരിക്കാൻ ധ്യാനം, പ്രാർത്ഥന ഇതൊക്കെ നല്ലതാണ്. എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമുള്ള ഒരു സമയമാണ്. സമ്പൂർണമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി മുമ്പോട്ട് പോകുന്നത് നല്ലതാണ്. ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് നവഗ്രഹശാന്തി കർമ്മം പ്രത്യേകമായിട്ട് നടത്തുന്നത് വളരെ ഗുണം ചെയ്യും. എല്ലാ കാര്യങ്ങളിലും നേട്ടമുണ്ടാവുകയും ചെയ്യും.